ഇത് താങ്ങാനാവാത്ത ഒന്നായി തീരുമോ അധിക ഭാരം? ഒരു കാര്യം ഉറപ്പിച്ചു പറയുക, നാഷണൽ ഹൈവേയിലെ ടോള് വരത്തില്ല. ചെലവ് കുറവായതുകൊണ്ട് മാത്രമല്ല, നാഷണൽ ഹൈവേയുടെ ചെലവില്ലാത്തതുകൊണ്ട് മാത്രമല്ല നിർമ്മാണത്തിന്. നാഷണൽ ഹൈവേയില് 15-20 വർഷം കൊണ്ട് മുടക്കുന്നത് മുഴുവൻ തിരിച്ചു കിട്ടണം. ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തിക്ക് എന്തിനാ 20 വർഷം 50 വർഷം കൊണ്ട് തിരിച്ചെടുത്താൽ പോലെ. സർക്കാരിന്റെ ധനസമാഹരണത്തിനല്ലെന്ന് ടോള് വെച്ചിട്ടുള്ളത്. ടോള് വെക്കുകയാണെങ്കിൽ ആ കേന്ദ്രത്തിന്റെ മുട്ടാപ്പോക്കിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. 50 വർഷം കൊണ്ടാവട്ടെ. എന്നാൽ റവന്യൂ മോഡലല്ലേ. റവന്യൂ മോഡൽ ആവണമെങ്കിൽ 10 വർഷം കൊണ്ട് തിരിച്ചു പിടിച്ചോണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. The moment you go for 50 years, നിങ്ങൾക്ക് വരുന്ന ബാധ്യത ദേശീയപാതയുടെ 4-1 പോലും വരുന്നതിനൊക്കെ താഴെ. സർക്കാരിന് വേണമെങ്കിൽ 2 വീലേഴ്സ് 3 വീലേഴ്സ് പ്രദേശവാസികൾ അവരൊക്കെ ഒഴിവാക്കാം. സുഗമമായിട്ട് വണ്ടികൾ നിർത്താതെ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. അതുകൊണ്ട് അയ്യോ ഭയങ്കരമായ ടോള് വന്ന് ജനങ്ങളൊക്കെ പിന്നെ അത് അരഞ്ഞാൻ പോണു എന്നും പറഞ്ഞ് മനുഷ്യന്മാരെ വരട്ടെയും പേടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനൊക്കെ പോംവഴികളുണ്ട്. എന്താ UDF മനസ്സിലാക്കാത്ത, അംഗീകരിക്കാത്തത്? BJP കേന്ദ്ര സർക്കാരുമായിട്ടൊരു ഏറ്റുമുട്ടലിലാണ് കേരളം. കേരളം ഇന്ത്യയുടെ ബദലാണ്, ഇടതുപക്ഷ ബദൽ. ആ ബദലിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിൽ ഒരു സംസ്ഥാനവുമില്ലാത്ത ക്ഷേമ സൗകര്യങ്ങൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഉറപ്പുവരുത്തുന്ന ഒരു സംസ്ഥാനമുണ്ട്. അത് കേരളം ഉണ്ടായിട്ടുള്ളതാണ്, LDFന്റെ മാത്രമൊന്നുമല്ല. അതാണ് കേരളത്തെ മാറ്റി നിർത്തുന്നത്. അതിനൊരു പോരായ്മയുണ്ട്, നല്ല തൊഴിലിവിടെ ഉണ്ടാവണില്ല. എന്തെങ്കിലും തൊഴിലുണ്ടായാൽ പോരാ. 30 ലക്ഷം ഇവിടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത്. ആ തൊഴിലൊന്നും പോരായിട്ട് നമ്മുടെ അഭ്യസ്ത വിദ്യ തയ്യാറല്ല. നല്ല തൊഴിലവസരങ്ങൾ കേരളത്തിൽ വരണം. അത് അനിവാര്യമാണെന്ന് കേരളത്തിന്റെ ഈ മുന്നോട്ടുള്ള പോക്കിന്. അതിന് ഈ പശ്ചാത്തലത്തിന് പിന്നോക്ക അവസ്ഥ മറികടക്കണം. അതിന് നമ്മളൊരു പോംവഴി കണ്ടു. ഡെമോക്രാറ്റിക് പാർട്ടി ജനങ്ങളുടെ മേൽ ഭാരം വെക്കാത്ത കേന്ദ്രം സമ്മതിക്കുന്നില്ല. UDFും കേന്ദ്രത്തിനോടൊപ്പം ഇക്കാര്യത്തിൽ ഇത് ഫൈറ്റായിട്ട് കാണണമെന്ന്. കേരളത്തിന്റെ നന്മകൾ നിലനിർത്താൻ, വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിന് തടയിടുന്ന കേന്ദ്രത്തിനെ മറികടക്കാനുമുള്ള, കേന്ദ്രം ഒരു രീതി തടസ്സപ്പെടുത്തുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ മറികടക്കാൻ നോക്കും. വഴങ്ങാനല്ല, എങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയം പ്രതിപക്ഷ നേതാവിനില്ല. 4 വർഷങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് രണ്ടുപേരുടെയും കാഴ്ചപ്പാട് ഒന്ന് തന്നെയാണ് ഈ വികസന കാര്യത്തിൽ. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പറയട്ടെ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ സർക്കാർ, ആരും പറഞ്ഞ് പേടിപ്പിക്കണ്ട. പക്ഷെ ഈ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വേണോ? മേൽപ്പാലങ്ങള്, ബൈപ്പാസുകള്, റോഡുകള്, ട്രാൻസ്മിഷൻ ലൈനുകള്, ഇതെല്ലാം എന്തെങ്കിലും അല്ല അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഇത് നടപ്പാക്കാൻ UDFന്റെ മാർഗമുണ്ട്. വേണ്ടെന്ന് പറഞ്ഞാൽ പോലെ ഞങ്ങളുടെ മാർഗം വ്യത്യസ്തമാണ്. ഇങ്ങനെയാണ്. യെസ്, എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. യെസ്, നമുക്ക് ചോയ്സ് ഉണ്ട്. ഈ നല്ല റോഡ് 4 വരി പാത ഉണ്ടാവാം. നമുക്ക് സുഗമമായിട്ട് ഏത് സ്ഥാപനം തുടങ്ങുന്നതിനും വീട്ടിലും വൈദ്യുതി എത്തിക്കാനുള്ള ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാവാം. നമ്മുടെ കുഞ്ഞുങ്ങള് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന പോലെ വീട്ടിലിരുന്ന് ഇന്റർനെറ്റ് ഉപയോഗിച്ച് പഠിക്കാനുള്ള കണക്ടിവിറ്റി ഉണ്ടാവാം. അതൊക്കെ ഉണ്ടാവുമ്പോഴുള്ള സൗകര്യങ്ങളാണോ കൂടുതൽ, അതോ ഈ പറഞ്ഞ കേന്ദ്രത്തിന്റെ തടസ്സം മറികടക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ മാതൃകയിലെ പരിഷ്കാരമാണോ കൂടുതൽ വലിയ ഭാരം? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ തീരുമാനിക്കട്ടെ, ഇതൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ അങ്ങനെ ഇരുന്നേച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. ജനാധിപത്യത്തിന്റെ കാലമല്ലേ.
അതാണെന്ന് കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. കേരളത്തിലെ ഇനിയുള്ളൊരു വർഷക്കാലം ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. എന്താ UDFന്റെ പരിപാടി? കേരളത്തിൽ എന്ത് ചെയ്യാനാ പോണേ? അതിനുള്ള ഫിനാൻസ് ചെയ്യാനുള്ള മാർഗം എന്താ? ഞങ്ങളുടെ മാർഗം ഇതാണ്. അവരുടെ പറയട്ടെ. ആ ഭാരം പരമാവധി കുറക്കാനുള്ള ഉപായവും ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 വർഷത്തിനുള്ളിൽ മുഴുവൻ റീകൂപ്പ് ചെയ്യണമെന്ന്. ഞാൻ പറയുന്നത് 50 വർഷം. 50 വർഷമായതുകൊണ്ട് റവന്യൂ മോഡൽ അല്ലാതെ എത്തിയത്. വേണമെങ്കിൽ 75 വർഷം ആയിക്കോട്ടെ. സോ വാട്ട്? എന്നിട്ട് തീരില്ലട്ടാ. കിഫ്ബിയിൽ ഇപ്പൊ തന്നെ 20% റവന്യൂ ഏണിംഗാണ്. കേന്ദ്രം സമ്മതിക്കുന്നില്ല. അപ്പൊ കേന്ദ്രം പറയുന്ന ബാക്കിയുള്ളതൊന്നും അല്ല, കോടതി കേസുകളൊക്കെയാണല്ലോ, ബാക്കിയുള്ളത് കൂടി റവന്യൂ മോഡലായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോയാ നമുക്ക് കോടതി നോക്കാം ആരാ ജയിക്കാന്നുള്ളത്. നാട്ടിലും സമരം ഉണ്ടാവും കേട്ടോ, ജനങ്ങളുടെ സമരം. യെസ്, പോളിസി ഷിഫ്റ്റ് അല്ലേ? കാരണം 2019 പോളിസി ഷിഫ്റ്റ് അല്ലേ? കാരണം 2019 നിയമസഭയിൽ അന്ന് വന്ന മറുപടിയിൽ യൂസഫി ടോളിനെ കുറിച്ചുള്ള ആലോചനയില്ല. ഒന്നാമത്തെ സർക്കാരിന്റെ അങ്ങനത്തെ പോളിസി ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു പോളിസി ഷിഫ്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഇത് അനിവാര്യമായ പോളിസി ഷിഫ്റ്റാണ്. ഇത് ഒന്നും രണ്ടിന്റെ അല്ല, ഒന്നാം സർക്കാരിന്റെ കാലത്ത് തന്നെ തുടങ്ങി. ഏത് ഇങ്ങനെ ടോള് പിരിക്കാതെ നിങ്ങൾ ഗ്രാന്റ് കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അതിനുവേണ്ടി വായ്പ എടുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഞാനും അസംബ്ലിയിൽ വാഗ്വാദം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു CAG പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. അത് ശരി, CAGയെ പറഞ്ഞു പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അപ്പൊ CAG ഒരു പൊസിഷൻ എടുത്തു, കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചു. അപ്പൊ ഇനി നമ്മള് പഴയതുപോലെ ഇരുന്നാൽ എന്താ സംഭവിക്കാം? ചെറിയ തുകയില്ലേത്, ചെറിയ ഇടപെടലെല്ലാം നടത്തുന്നത്. അത് മുഴുവനും നമ്മുടെ നോർമൽ ബഡ്ജറ്റിൽ നിന്ന് വെട്ടിക്കുറയ്ക്കപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി മൂർച്ഛിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശരി, ജനങ്ങളുടെ മേൽ അധിക ഭാരം വരുത്താം, അധികമൊന്നും ഭാരം വരുത്താൻ പറ്റാത്ത രീതിയിൽ ഇതിന്റെ മോഡലിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാം. അപ്പൊ കേന്ദ്രം എന്ത് ചെയ്യും? അങ്ങനെ ചെയ്താലും ഞങ്ങൾ സമ്മതിക്കുമെന്ന് പറയൂ. നമുക്ക് കോടതി നോക്കാം. സോ കേന്ദ്രം നമ്മളെടുത്ത നിലപാടിനെ തിരസ്കരിച്ചു, നമ്മളെടുത്തിയ വാദത്തെ തിരസ്കരിച്ചു. പിന്നെ ഞാനിതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അർത്ഥമുള്ളത്? അത് അസാധുവായി നിന്ന് ഇത് കടമെടുപ്പ് പരിധിയൊന്നും കേരളം മറികടന്നിട്ടില്ലെന്ന്. ഇതിന് പുറത്തുള്ളതല്ലേ കേരള സർക്കാരിന്റെ എത്ര സ്ഥാപനങ്ങളുണ്ട്? അവയെടുക്കുന്ന വായ്പയൊക്കെ കേരള സർക്കാരിന്റെ വായ്പയാണോ? അല്ലല്ലോ. കിഫ്ബിയും അതുപോലത്തെ ഒരു സ്ഥാപനമാണ്.